2023 ഡിസംബർ 17-ന് 87-ാം ജന്മദിനം ആഘോഷിച്ചതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള മാർപ്പാപ്പമാരുടെ ഗണത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. വിശുദ്ധ പത്രോസിന്റെ 266-ാമത്തെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ ഉൾപ്പെടെ 10-ൽ താഴെ മാർപ്പാപ്പമാർ മാത്രമാണ് സഭയുടെ ചരിത്രത്തിൽ 87 വയസ്സിലും അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്. 1903-ൽ 93 വയസ്സിൽ നിര്യാതനായ ലിയോ 13-ാമനാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള മാർപ്പാപ്പ. ഫ്രാൻസിസ് പാപ്പയുടെ മുൻഗാമിയായ ബെനഡിക്ട് 16-ാമൻ പാപ്പ 95 വയസ്സ് വരെ ജീവിച്ചുവെങ്കിലും 86-ാം ജന്മദിനത്തിന് 2 മാസം മുമ്പ് അദ്ദേഹം പാപ്പ പദവിയിൽ നിന്ന് സ്വയം വിരമിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ടിരുന്നു. പക്ഷേ രാജിവെക്കുന്നതിനെക്കുറിച്ച് താനിതുവരെ ചിന്തിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. 2021 ജൂലൈയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. 2022-ൽ അദ്ദേഹം കാൽമുട്ടുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരസ്യമാക്കിയിരുന്നു. കാൽമുട്ടുവേദന മൂലം കുറച്ചു കാലമായി മാർപ്പാപ്പ വീൽചെയർ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഹെർണിയയുടെ സർജറിയും അദ്ദേഹത്തിന് നടത്തേണ്ടതായി വന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും 2021-ൽ 3 വിദേശ പര്യടനങ്ങളും 2022-ൽ 4 വിദേശ പര്യടനങ്ങളും പാപ്പ നടത്തിയിട്ടുണ്ട്. 2023-ൽ ഇതിനകം 5 വിദേശയാത്രകൾ നടത്തുകയും ചെയ്തു. അടുത്ത വർഷം അദ്ദേഹം ഇന്ത്യയും തൻ്റെ മാതൃരാജ്യമായ അർജന്റീനയും സന്ദർശിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. 2013 മാർച്ച് 13-നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1282 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തി, ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി, ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് പരമാധ്യക്ഷനായി അവരോധിതനായത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28-ന് സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത്. 1936 ഡിസംബർ മാസം 17-ാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മാരിയോ ഹോസെ റെയിൽവേയിൽ അക്കൗണ്ടന്റും മാതാവ് റിജീന സിവിയോരി വീട്ടമ്മയുമായിരുന്നു. ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതാപിതാക്കൾ. 4 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ജോർജ് മാരിയോ 1958 മാർച്ച് 11-ാം തീയതി ജസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാകുവാനുള്ള തൻ്റെ പഠനം ആരംഭിക്കുകയായിരുന്നു. ചിലിയിൽ നിന്നും മാനവിക വിഷയങ്ങളിലുള്ള പഠനം പൂർത്തീകരിച്ചു. 1963-ൽ അർജന്റീനയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം സാൻ മിഗുവേലിയിലെ സാൻ ജോസ് കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദ പഠനവും പൂർത്തിയാക്കി. അടുത്ത 2 വർഷം സാഹിത്യ പഠനത്തിനായി അദ്ദേഹം സമയം കണ്ടെത്തുകയും ചെയ്തു. 1969 ഡിസംബർ 13-ാം തീയതി ആർച്ച് ബിഷപ്പ് റാമോൻ ജോസ് കാസ്റ്റ്ലാനോയുടെ കരങ്ങളിൽ നിന്നുമാണ് ജോർജ് മാരിയോ ബെർഗോളിയോ തിരുപ്പട്ടം സ്വീകരിച്ചത്. വൈദികനായ ശേഷവും തൻ്റെ പഠനം തുടർന്ന അദ്ദേഹം 1970-ൽ പരിശീലനത്തിനും പഠനത്തിനുമായി സ്പെയിനിൽ എത്തിച്ചേർന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയിലേക്ക് മടങ്ങിയെത്തിയ ജോർജ് മാരിയോ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. നവസെമിനാരി വിദ്യാർത്ഥികളുടെ ചുമതല അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. 1973 ജൂലൈ 30-ാം തീയതി അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി ജോർജ് ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടു. സാൻ മിഗുവേലിയിലെ സാൻ ജോസ് കോളേജിന്റെ റെക്ടറായും പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പ്രദേശത്ത് തന്നെയുള്ള ദേവാലയത്തിലെ വൈദികനുമായിരുന്നു. 1986 മാർച്ചിൽ തൻ്റെ PhD പഠനം പൂർത്തിയാക്കുന്നതിനായി ജോർജ് മാരിയോ ജർമ്മനിയിലേക്ക് പോയി. പഠനം പൂർത്തീകരിച്ച് മടങ്ങിയ അദ്ദേഹം കൊറബോഡ സിറ്റിയുടെ ആത്മീയ അധ്യക്ഷനായി സേവനം ചെയ്തു. ഇതേസമയം സമീപത്തുള്ള ജസ്യൂട്ട് ദേവാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഗൊറാസിനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയോയെ ബിഷപ്പാക്കുവാൻ തീരുമാനിച്ചു വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാണ്. 1992 മെയ് 20-ാം തീയതി ജോർജ് ബെർഗോളിയോയെ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു. മെയ് 27-ാം തീയതി ബിഷപ്പായി അഭിഷിക്തനായ അദ്ദേഹത്തിന് ബ്യൂണസ് ഐറിസിന്റെ സഹായം മെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളാണ് ലഭിച്ചത്. 1997 ജൂൺ 3-ാം തീയതി ജോർജ് ബെർഗോളിയോ സഹായ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുകയും ചെയ്തു. 9 മാസങ്ങൾക്ക് ശേഷം തൻ്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ അന്റോണിയോ ഗ്വാറിസിനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടു.
98 ഫെബ്രുവരി 28 ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ അദ്ദേഹം അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധന സമിതിയുടെ ചുമതലകളും വഹിച്ചു വന്നു. നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ജോർജ് ബെർഗോളിയോ ജീവിച്ചിരുന്നത്. ഞാൻ നയിക്കുന്ന ജനങ്ങൾ പാവപ്പെട്ടവരാണ്. ആയതിനാൽ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നയിക്കുവാൻ ഞാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇതാണ് തൻ്റെ എളിമയെ സൂചിപ്പിക്കുന്നതിനായി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് കർദിനാൾ പദവിയിലേക്ക് ജോർജ് ബെർഗോളിയെ ഉയർത്തിയത്. കർദിനാളിനായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷിയാകുവാൻ വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയന്റെ നല്ല മാതൃക തൻ്റെ അജഗണത്തിന് ഉപദേശിച്ചു നൽകി. കർദിനാളായ ശേഷം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജോൺ പോൾ രണ്ടാമന്റെ നിര്യാണത്തെ തുടർന്ന് 2005 ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളിയും പങ്കെടുത്തിരുന്നു. 2013 ഫെബ്രുവരി 11 ബെനഡിക്ട് 16 സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത്. തുടർന്ന് 2013 മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാചരിത്രത്തിലെ 266 മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജി മരിയോ ബെർഗോളിയോ തിരഞ്ഞെടുത്തു. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് ജീവിച്ചിരുന്ന അദ്ദേഹം വത്തിക്കാനിലെ അപ്പോസ്തലിക കൊട്ടാരമാണ് പിന്നീട് എത്തിച്ചേർന്നത്. എന്നാൽ അവിടെ നിന്നും മാറി സാന്താ മാർത്തയിലെ 2 മുറികൾ ചേർന്ന ഒരു കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഇന്ന് ജീവിക്കുന്നത്. എളിമ, ലാളിത്യം എന്നീ വാക്കുകൾ കാലം പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിത മാതൃകയിലൂടെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ജോൺ പോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരനായ ജനങ്ങൾക്കുമായി അടുത്തിടപഴകാനും താൽപ്പര്യപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ 4-ാം സ്ഥാനത്തുണ്ട്. കലശലായ മുട്ടുവേദനയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പോസ്തലിക ശുശ്രൂഷകളിൽ ഇന്നും വ്യാപൃതനാണ്.